കരളെ കരളിന്റെ കരളെ എന്നോടൊന്ന് ചിരിക്കൂ എന്ന പാട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഡോക്ടറിന്റെ കരള് ഡോക്ടർ നോക്കി ചിരിക്കുന്നുണ്ടോ? കരൾ നോക്കി ചിരിക്കുന്നുണ്ടാവും. കരള് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ്. ഇന്റേണൽ ഓർഗൻസിലെ ഏറ്റവും വലിയ ഓർഗനാണ്. കരളൊരു 500 ജോലി ചെയ്യുന്ന ഓർഗനാണ്. അപ്പോൾ ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. മദ്യപാനം ഉണ്ടെങ്കിൽ, കൂടുതൽ മദ്യം കുടിക്കുന്നവർക്ക് പെട്ടെന്ന് ലിവർ ഡാമേജ് വരാം. എത്ര വർഷത്തോളം കുടിക്കുന്നു, എത്ര ഡോസ് കുടിക്കുന്നു, ഇതിനെ അപേക്ഷിച്ചാണ് നമ്മൾ ലിവറിന്റെ റിസ്ക് പറയുന്നത് തന്നെ. വയസ്സാം കാലത്ത് പോലും അവർ 2 ചിയേഴ്സ് പറയുന്ന വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും യാതൊരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അല്ല, യാതൊരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല. പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഡോസ് മതിയാവും പ്രശ്നം ഉണ്ടാക്കാൻ. 2 ബോട്ടിൽ കുടിച്ചു കഴിഞ്ഞാൽ 2 പെഗ് കുടിക്കുന്ന പോലെ സമാനം. അപ്പോൾ അതിനകത്ത് ആൽക്കഹോളിന്റെ ഡോസാണ് നമുക്ക് നോക്കേണ്ടത്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ലിവർ എന്ന് പറയുന്നത്? ഇപ്പോൾ പെട്ടെന്ന് 500 കാര്യങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ പറ്റില്ല. 70% ഡാമേജ് ആവുന്നവരെ പുറത്തേക്ക് സിംറ്റം ഒന്നും തരില്ല. ആള് ഭയങ്കര സൈലന്റ് ആണ്. നമ്മുടെ ലിവർ ഹെൽത്തി ആണോ തിരിച്ചറിയുന്നത്? നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും ലിവറിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ, ലിവറിൽ എന്തെങ്കിലും നീര്, അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് മുകളിലേക്ക് പോകും. അതായത് മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റ് ബിലിറൂബിൻ, അത് ലിവറിൻ്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ആണ്. PTINR എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നൊരു ടെസ്റ്റ് ഉണ്ട്. പറഞ്ഞ പോലെ 70% കൂടുതൽ ഡാമേജ് ആയിട്ടുള്ള ലിവർ ആണെങ്കിൽ INR ഒക്കെ ഡീറേഞ്ച് ആയിരിക്കും, കൂടും. പിന്നെ സീരിയസ് ലിവർ ഡിസീസിൽ ഈ പറഞ്ഞ പോലെ സിംറ്റംസ് പുറത്തു വരാം. അമിതമായ ക്ഷീണം, കണ്ണ് മഞ്ഞയാവുക, യൂറിൻ അമിതമായിട്ട് മഞ്ഞയാവുക. ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് വേണമെങ്കിലും ആവാം. 10 4 പേർക്കും ഫാറ്റി ലിവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. എല്ലാം ഒരേ അസുഖമാണ്. ഷുഗർ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഫാറ്റി ലിവർ, ഇതെല്ലാം ഒരേ ഗണത്തിൽ വരുന്ന സാധനങ്ങൾ. കൊളസ്ട്രോൾ. നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സിജി. കരളെ കരളിൻ്റെ കരളെ എന്നോടൊന്ന് ചിരിക്കൂ എന്ന പാട്ട് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. നമ്മുടെ കരൾ നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ടോ? എന്താണ് ഹെൽത്തി ലിവർ? എങ്ങനെയാണ് ഹെൽത്തി ലിവറിനെ തിരിച്ചറിയുക? എന്താണ് ലിവറിന് വരുന്ന അസുഖങ്ങൾ? ഈ അസുഖങ്ങളെ നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മളോട് സംസാരിക്കാൻ കൂടിയുള്ളത് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലെ ഹെപ്പറ്റോളജി വിഭാഗം കൺസൾട്ടൻറ്റും ഇൻചാർജുമായിട്ടുള്ള ഡോക്ടർ വിഷ്ണു ഗിരീഷാണ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഡോക്ടറിൻ്റെ കരൾ ഡോക്ടർ നോക്കി ചിരിക്കുന്നുണ്ടോ? കരൾ നോക്കി ചിരിക്കുന്നുണ്ടാവും. കരള് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ്. അതായത് സ്കിൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഓർഗൻ, ഇന്റേണൽ ഓർഗൻസിലെ ഏറ്റവും വലിയ ഓർഗനാണ്. കരളൊരു 500 ജോലി ചെയ്യുന്ന ഓർഗനാണ്. 1-2 അല്ല. ഷുഗർ കൂട്ടുക, ശരീരത്തിലെ ഷുഗറിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക, ശരീരത്തിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യുക, ശരീരത്തിലെ ഫാറ്റിൻ്റെ മെറ്റബോളിസം മുഴുവൻ കൺട്രോൾ ചെയ്യുക. പിന്നെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി തരുന്ന ഒരു വലിയൊരു ഓർഗൻ കൂടിയാണ് ലിവർ. ലിവർ ഇങ്ങനെ പല പല ജോലികൾ ചെയ്ത് നമ്മളെ നോക്കി ഇങ്ങനെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. നമ്മൾ പണ്ട് ബയോളജിയിലൊക്കെ എല്ലാ ഓർഗൻസിനും ഡിഫൈൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു കരള് നമ്മുടെ ശരീരത്തിലെ ഒരു വലിയ ഓർഗൻ തന്നെയാണ്. പക്ഷെ ഒരു മനുഷ്യ ശരീരം മുന്നോട്ട് പോകണ്ടെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ലിവർ എന്ന് പറയുന്നത്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ 500 കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാധനമല്ലേ. അപ്പോൾ പെട്ടെന്ന് 500 കാര്യങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെ പറ്റില്ല. അപ്പോൾ കരളില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ കരളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു 70% ഡാമേജ് ആവുന്നവരെ പുറത്തേക്ക് സിംറ്റം ഒന്നും തരില്ല. ആള് ഭയങ്കര സൈലന്റ് ആണ്. മിണ്ടായിരുന്നു ജോലി ചെയ്യും. എത്രത്തോളം ഇൻസൾട്ട് കൊടുത്താലും റിയാക്ട് ചെയ്യില്ല. ഒരു 70% ഡാമേജിന് ശേഷം ചിലപ്പോൾ നമുക്കത് പുറത്ത് ഓരോരോ സിംറ്റം ആയിട്ട് വരും. അപ്പോൾ അതുവരെ നമ്മൾ പുറത്തൊന്നും അറിയില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. എത്ര ഡാമേജ് ആയാലും ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഡോണറിൻ്റെ നമ്മൾ 70% ലിവർ എടുക്കുന്നു. ബാക്കി ഡോണറിൻ്റെ 30% ഉണ്ടാവുള്ളൂ. 2 ആഴ്ച കൊണ്ട് അത് തിരിച്ച് വളർന്നു വരും. അത് വേറൊരു പ്രോപ്പർട്ടിയാണ് ലിവറിൻ്റെ. തിരിച്ച് വളർന്നു വരും. റീജനറേഷൻ. വേറെ ഒരു ഓർഗനും ഇല്ല ശരീരത്തിൽ. അപ്പോൾ ഈ ലിവർ 30% ഉള്ള ലിവർ കൊണ്ട് ഡോണർ 2 ആഴ്ച ജീവിച്ചാലും ഒന്നും പുറത്തൊന്നും അറിയില്ല. അപ്പോൾ അത് മതി നമുക്ക്. ശരിക്കും 30% മതി ഫുൾ ജോലി ചെയ്യാനായിട്ട്. അപ്പം എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ലിവർ ഹെൽത്തി ആണോ തിരിച്ചറിയുന്നത്? ലിവർ ഹെൽത്തി ആണോ എന്ന് തിരിച്ചറിയാൻ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ പുറത്ത് ഈ പറഞ്ഞ പോലെ ലേറ്റ് സ്റ്റേജ് വരെ നമുക്ക് ചിലപ്പോൾ പുറത്ത് സിംറ്റംസ് വന്നിരിക്കില്ല. അപ്പോൾ നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും ലിവറിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷുഗർ ബോർഡർ ലൈൻ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ, HDL എന്ന് പറഞ്ഞാൽ നല്ല കൊളസ്ട്രോൾ കുറവാണെങ്കിൽ, ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ്. മദ്യപാനം ഉണ്ടെങ്കിൽ, ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ലിവറിൻ്റെ ടെസ്റ്റുകൾ, വളരെ സിമ്പിളായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് നേരത്തെ അതിൻ്റെ ചെറിയ ചെറിയ സൂചനകൾ വന്നിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് അറിയുക. അല്ലാതെ പുറത്തേക്ക് സിംറ്റംസ് വരുമ്പോൾ ചിലപ്പോൾ ലേറ്റ് സ്റ്റേജ് ആയിട്ടുണ്ടാവും ലിവറിൻ്റെ അസുഖം. ഈ ഹെൽത്തി ലിവറിനെ അപ്പം എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഹെൽത്തി ലിവർ എന്ന് പറയുമ്പോൾ
നമ്മുടെ ലിവർ എല്ലാ ജോലിയും ചെയ്യുന്നു, നമുക്ക് പുറത്ത് സിംറ്റംസ് ഒന്നും ഇല്ല. ടെസ്റ്റ് എടുക്കുമ്പോൾ ടെസ്റ്റ് ഇപ്പോൾ സിമ്പിൾ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് നോക്കാനുള്ളത് എൻസൈംസ്, ലിവർ എൻസൈംസ് എന്ന് പറഞ്ഞ 2 എൻസൈം ഉണ്ട്. SGOT SGPT അല്ലെങ്കിൽ AST ALT എന്ന് പറയും. അപ്പം ഈ എൻസൈംസ് ഒക്കെ നല്ലപോലെ നോർമൽ റേഞ്ചിലായിരിക്കും. അപ്പോൾ ലിവറിൽ എന്തെങ്കിലും നീര്, അതായത് ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അത് മുകളിലേക്ക് പോകും. അപ്പോൾ ചെറിയ ഫാറ്റി ലിവർ ഉള്ളവർക്കൊക്കെ അത് SGPT അല്ലെങ്കിൽ ALT സാധാരണ കൂടി നിൽക്കുന്ന കാണാറുണ്ട് നമ്മൾ, അതിൻ്റെ കൂടെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് അറിയാൻ പറ്റും. ലിവർ ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ് ആൽബുമിൻ. അപ്പോൾ ആൽബുമിൻ കുറവാണെങ്കിൽ ലിവറിൻ്റെ സിന്തറ്റിക് ഫംഗ്ഷൻ, അതായത് പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ഫംഗ്ഷൻ കുറവാണെന്നുള്ളതാണ്. അപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിൽ കുറച്ച് ഐഡിയ കിട്ടും. പിന്നെ ബിലിറുബിൻ, അതായത് മഞ്ഞപ്പിത്തത്തിൻ്റെ ടെസ്റ്റ് ബിലിറുബിൻ, അത് ലിവറിൻ്റെ എക്സ്ക്രീറ്ററി ഫംഗ്ഷനാണ്. ലിവർ ടോക്സിൻസിനെ എല്ലാം കളഞ്ഞ് ടോക്സിൻസിനെ ബൈലിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യില്ലേ, ആ ഫംഗ്ഷനാണ്. അപ്പോൾ അത് ഇതാണെങ്കിൽ അതിന് പ്രശ്നമുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിലിറുബിൻ കൂടും. അപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് അതിൻ്റെ അകത്തൊരു ടെസ്റ്റാണ്. പിന്നെ PTINR എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നൊരു ടെസ്റ്റ് ഉണ്ട്. അത് ലിവർ ഭയങ്കരമായിട്ട് ജോലി ചെയ്യാത്ത, ഈ പറഞ്ഞ പോലെ 70% കൂടുതൽ ഡാമേജ് ആയിട്ടുള്ള ലിവർ ആണെങ്കിൽ INR ഒക്കെ ഡീറേഞ്ച് ആയിരിക്കും, കൂടും. അങ്ങനെ കുറച്ച് ടെസ്റ്റുകളുണ്ട്. പിന്നെ ലിവറിൻ്റെ പ്രഷർ കൂടിയെന്ന് അറിയാനായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ ബ്ലഡ് റുട്ടീൻ്റെ അകത്തുള്ള പ്ലേറ്റിൽ കൗണ്ട് കുറയും ലിവറിൻ്റെ പ്രഷർ കൂടിയ. അങ്ങനെ വളരെ സിമ്പിളായ ടെസ്റ്റ് ഉണ്ട്. അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ ഫാറ്റ് ലിവർ ഉണ്ടോ എന്ന് അറിയാം. അങ്ങനെ ടെസ്റ്റുകൾ ചെയ്താൽ അറിയാൻ പറ്റും. പിന്നെ സീരിയസ് ലിവർ ഡിസീസിൽ ഈ പറഞ്ഞ പോലെ സിംറ്റംസ് പുറത്തു വരാം. അമിതമായ ക്ഷീണം, കണ്ണ് മഞ്ഞയാവുക, യൂറിൻ അമിതമായിട്ട് മഞ്ഞയാവുക, ചൊറിച്ചിൽ വരിക, മോഷൻ്റെ കളറ് മാറുക, വയറ്റിൽ നിന്ന് പോകുമ്പോൾ കളറ് ലൈറ്റായിട്ട് പെയിൽ സ്റ്റൂൾസ് ആവുക, സിമെൻറ്റ് കളറും ഭയങ്കര ലൈറ്റ് കളേഴ്സ് ആവുക, ഇതൊക്കെ പല രീതിയിലുള്ള ലിവർ അസുഖങ്ങളിൽ കാണുന്നതാണ്. പിന്നെ സിറോസിസ് ഉണ്ട്. ലിവർ സിറോസിസ് ഡീകമ്പൻസേറ്റഡ് എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സിംറ്റംസ് വരാം. രക്തഛർദ്ദിക്കുക, വയറിൽ നീര് കെട്ടുക, ഉറക്കത്തിൻ്റെ പാറ്റേൺ മാറുക, അതായത് രാത്രി ഉറക്കമില്ലായ്മ, രാവിലെ കൂടുതൽ ഉറക്കം, പിന്നെ അത് അമോണിയ കൂടും, ലിവറിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെ അടുത്ത് ലേറ്റർ സ്റ്റേജിൽ കോമ വരെ പോകാം, ബോധമില്ലാത്ത അവസ്ഥ. അങ്ങനെ പല പല സിംറ്റംസ് വരാം. ഇതൊക്കെ പക്ഷേ നല്ലപോലെ ഡാമേജ് ആയതിനു ശേഷമായിരിക്കും ഒരു പക്ഷേ വരിക. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ടെസ്റ്റ് ചെയ്താൽ ഇതൊക്കെ നമുക്ക് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആൽക്കഹോൾ വളരെയധികം സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇപ്പോൾ ഓണം വന്നാലും വിഷു വന്നാലും പെരുന്നാൾ വന്നാലും സർക്കാർ നമുക്ക് ബിവറേജസ് തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്ക് കള്ളുകുടിക്കാം, ആഘോഷിക്കാം. സുഹൃത്തുക്കളായി കള്ളുകുടിക്കുന്ന ആളുകളുണ്ട്, ഫാമിലി ആയിട്ട് ചിയേഴ്സ് പറയുന്ന ആളുകളുണ്ട്. ചില ഉത്സവ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കള്ളു കുടിച്ച് പാമ്പായി എഴിയുന്നവരെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രത്തോളം മദ്യം വിൽക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മളുടേത്. അപ്പോൾ ഈ മദ്യം വളരെയധികം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കരയിൽ പോകുന്നത് നമ്മൾ പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ മദ്യം ഈക്വൽ ടു ലിവർ എത്രത്തോളം പ്രശ്നമാണ് നമുക്കറിയാം. എത്രത്തോളം പ്രശ്നമാണ് അത് നമ്മുടെ ഈ ഡോസ് റിലേറ്റഡ് ആണെന്ന് പറയാം. അതായത് കൂടുതൽ മദ്യം കുടിക്കുന്നവർക്ക് പെട്ടെന്ന് ലിവർ ഡാമേജ് വരാം. എത്ര വർഷത്തോളം കുടിക്കുന്നു, എത്ര ഡോസ് കുടിക്കുന്നു, ഇതിനെ അപേക്ഷിച്ചാണ് നമ്മൾ ലിവറിൻ്റെ റിസ്ക് പറയുന്നത് തന്നെ. പക്ഷേ നമുക്ക് അതൊരു പോപ്പുലേഷൻ സ്റ്റഡി, ഒരുപാട് പേരെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന സ്റ്റഡി, ഇപ്പോൾ കൂടുതൽ മദ്യപിക്കുന്നവരിൽ കൂടുതൽ ലിവർ ഡിസീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണ്. അപ്പോൾ പക്ഷേ നമുക്ക് പേഴ്സണലി നോക്കുമ്പോൾ നമ്മുടെ ലിവർ, നമ്മുടെ ജനറ്റിക്സ്, നമ്മുടെ ജനിതകമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ലിവർ ഇപ്പോൾ മദ്യപിക്കാത്തവർക്ക് തന്നെ ചിലപ്പോൾ ലിവർ സിറോസിസ് വരുന്നില്ലേ, ഫാറ്റ് ലിവറും ലിവർ സിറോസിസും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെറിയ എമൗണ്ട് ഓഫ് മദ്യം എടുത്താൽ തന്നെ പെട്ടെന്ന് ലിവർ സിറോസിസ് വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ജനറലി പറയുമ്പോൾ ഡോസ് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ലിവർ സിറോസിസ് പെട്ടെന്ന് വരാം. അല്ലെങ്കിൽ ഈ ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറയും. ബിഞ്ച് ഡ്രിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഒരുപാട് ആൽക്കഹോൾ എടുക്കുക. എപ്പോഴും കുടിക്കണമെന്നില്ല, പക്ഷെ കുടിക്കുമ്പോൾ ഒരുപാട് കുടിക്കുക. അപ്പോൾ ബിഞ്ച് ഡ്രിങ്കിങ്ങും അതേപോലെ മോശമാണ്. ഒരുപാട് ഡെയിലി കുറച്ച് കുടിക്കുന്ന പോലെ തന്നെ മോശമാണ്. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് കുറച്ച് കുടിച്ചാലും ലിവറിന് പതുക്കെ ഡാമേജ് ആയിട്ട് പ്രശ്നം ഉണ്ടാവാം. ഈ ബിഞ്ച് ഡ്രിങ്കിങ് പോലെ ഒറ്റയടിക്ക് ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ആണെങ്കിൽ അങ്ങനെ കുടിച്ചാലും പ്രശ്നം ഉണ്ടാക്കാം. ഇനിയും കുടിക്കാത്തവർക്ക് തന്നെ സിറോസിസ് വരുന്നുണ്ട്. മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് ലിവർ സ്റ്റേറ്റോ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന അസുഖം, മാഷ് എന്ന് പറയുന്ന അസുഖം. അപ്പോൾ അങ്ങനെയുള്ള അസുഖത്തിൻ്റെ ജീൻസ് നമുക്ക് ഉണ്ടോയെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർ കുറച്ച് ആൽക്കഹോൾ കുടിച്ചാൽ തന്നെ ഇപ്പോൾ 20 വയസ്സിലും 25 വയസ്സിലൊക്കെ ലിവർ സിറോസിസ് ആയ ആൾക്കാരുണ്ട്. നമുക്ക് ചെറിയ ഡോസ് കുടിക്കുന്നവർക്ക് തന്നെ ആൽക്കഹോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾക്ക് എത്ര ഡോസ് കുടിക്കണമെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനുള്ള ഒരു ഇത് ഇല്ല. ഓരോരുത്തർക്കും ഓരോ ഡോസാണ്. ഇപ്പോൾ 2 കൂട്ടുകാർ കുടിക്കുന്നു. ഇപ്പോൾ ഒരാൾ കുടിക്കുന്നവർക്ക് ചിലപ്പോൾ ഒന്നും പറ്റിയിരിക്കില്ല, പക്ഷെ കൂട്ടുകാരനായിരിക്കും ലിവർ സിറോസിസ് വരെ. അങ്ങനെ എത്ര കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, നമുക്ക് എത്ര അങ്ങനത്തെ ടെസ്റ്റ് ഭാവിയിൽ വന്നേക്കാം. ജനറ്റിക്സ് ഒക്കെ പഠിച്ചു തരും. ഇപ്പം തന്നെ നമുക്ക് കുറേ ജീൻസ് അറിയാം. ആൽക്കഹോളിക് ലിവർ ഡിസീസ് വരാനുള്ള ജീൻസ് നമുക്ക് 2-3 എണ്ണം ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തു. പക്ഷെ അത് മാത്രമല്ല, ഒരു 10-100 ജീൻസ് ഉണ്ടാവും. അപ്പോൾ ഒരു പക്ഷേ ഒരു 10-20 വർഷം കഴിയുമ്പോൾ അതിനാണ് പേഴ്സണലൈസ് മെഡിസിൻ എന്ന് പറയാം. നമ്മുടെ ഈ ജാതകം എടുക്കുന്ന പോലെ ഈ ജീൻസ് എടുത്തിട്ട് നമുക്ക് ഈ ജീൻസ് ഉണ്ട്, അപ്പോൾ നമുക്കിത് കുടിക്കാം. അങ്ങനെ ഒരു 10-20 വർഷം കഴിയുമ്പോൾ ഒരു പക്ഷേ വന്നേക്കാം. പക്ഷെ ഇപ്പം എന്തായാലും അങ്ങനെ ഇല്ല. അപ്പോൾ ഇപ്പോൾ സേഫ് ആയിട്ടിരിക്കാൻ ഒട്ടും കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് WHO പറയുന്നത്. നോ എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ഇസ് സേഫ്.
ചില ആളുകളെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അതായത് അവർ ചെറുപ്പം മുതലേ ഭയങ്കരമായിട്ട് ആൽക്കഹോൾ എഡിക്റ്റ് ആയിരിക്കും, പക്ഷെ അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല. ഇപ്പം ചില അപ്പാപ്പന്മാരൊക്കെ നമ്മൾ കാണുന്നുണ്ട്, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കുറേ വീഡിയോസ് കാണുന്നുണ്ട്. വയസ്സാം കാലത്ത് പോലും അവർ 2 ചിയേഴ്സ് പറയുന്ന വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും യാതൊരു ഹെൽത്ത് ഇഷ്യൂസ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. അല്ല, യാതൊരു ഹെൽത്ത് ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല. അകത്ത് എന്തെങ്കിലും ചിലപ്പോൾ സിറോസിസ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ 70% ഡാമേജ് ആയാലേ സിറോസിസ് ഒക്കെ പുറത്ത് വരുള്ളൂ. അപ്പോൾ ഒരു പക്ഷേ അവർക്ക് സിറോസിസ് ഉണ്ടാവാം, പുറത്ത് വരാത്തതാവാം. അവരുടെ ലിവർ ഈ 30% കൊണ്ട് അവരിങ്ങനെ ഓടിച്ച് പോകുന്നതാവാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ജെനറ്റിക്സിൻ്റെ അകത്തൊരു വലിയ റോളുണ്ട്. ഇപ്പോൾ ഒരാൾ കുടിക്കുന്ന പോലെ, ഇപ്പോൾ 2 കൂട്ടുകാർ ഒരുമിച്ച് ആൽക്കഹോൾ കുടിച്ച കൂട്ടുകാർക്ക് ഒരാൾക്ക് സിറോസിസ് വരും, മറ്റേ ആൾക്ക് സിറോസിസ് വരില്ല. അപ്പോൾ അത് ജെനറ്റിക്സ് ആണ്. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇതില്ല. അപ്പോൾ അപ്പന്മാർക്ക് അങ്ങനെ അസുഖം വരില്ല എന്നല്ല, അസുഖം അവർ ടെസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അത് ലിവറിൽ മാത്രമല്ല ആൽക്കഹോൾ പ്രശ്നം ഉണ്ടാക്കുന്നത്, ഹാർട്ടിലും ബാക്കി ക്യാൻസേഴ്സും എല്ലാ ക്യാൻസറും കൂട്ടും. ഓക്കെ, അപ്പോൾ ചെറിയ ഡോസിലെടുത്താൽ ലിവറിനേക്കാൾ കൂടുതൽ ബാക്കി അവയവങ്ങൾക്കാണ് പ്രശ്നം എന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ലിവറിന് ഒരു ഡോസ് പറയുന്നുണ്ട്, അപ്പോൾ അതിലും കുറച്ചുള്ള ഡോസ് എടുത്താൽ തന്നെ ഹാർട്ടിനും വേറെ ക്യാൻസറൊക്കെ ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ സേഫായിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ചിലർക്ക് ഈ പറഞ്ഞ പോലെ ലിവർ ചെറിയ ഡോസും, പലർക്കും പല ഡോസ് ആവാം. അപ്പോൾ ആ ഒരു പേഴ്സണലിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. സേഫായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുടിക്കാതിരിക്കുക, അതാണ് നമുക്ക് സേഫ് ആവാൻ പറ്റുക. പിന്നെ ഗവൺമെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ഗവൺമെന്റിന്റെ അതൊന്നും നമ്മുടെ ഇതിലല്ല. ഇപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ മദ്യം നിരോധിച്ചാൽ തന്നെ ഇല്ലിസിറ്റ് മറ്റേ മദ്യവും ചാരായവും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ ഒരു പക്ഷേ വരുമായിരിക്കും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ കൺട്രോളല്ല. നമുക്ക് നമ്മുടെ കാര്യം നോക്കാനായിട്ട് കുടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും സേഫ്. മദ്യപാനം പോയിസൺ ആണെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതായത് കുടിക്കാതെ ഇരിക്കുക, അതാണ് ഏറ്റവും നല്ല പ്രിവെൻഷൻ എന്ന് പറഞ്ഞു. പക്ഷേ ചില സന്ദർഭങ്ങളിൽ, ഇപ്പോൾ സുഹൃത്തുക്കളായിട്ട് നമ്മൾ കുറേ കാലത്തിന് ശേഷം കൂടുന്ന സന്ദർഭങ്ങളിൽ, അല്ലെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിൽ നമുക്ക് ഒരു അഡ്രിനാലിൻ തരുന്ന ഒരു സാധനമാണ് മദ്യം എന്ന് അവകാശപ്പെടുന്ന ആളുകളുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല, അവകാശപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് മദ്യം അവരുടെ അടുത്ത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വല്ലപ്പോഴും കഴിച്ചോ എന്നുള്ള ഒരു ലിമിറ്റേഷൻസ് മാത്രം പറയാൻ പറ്റുമായിരുന്നു. അത് ഭയങ്കര പ്രശ്നമുള്ള ക്വസ്റ്റൻ ആണ്. അതായത് ഞാനീ പറഞ്ഞല്ലേ, ഇപ്പോൾ മദ്യപാനം ചെറിയ ഡോസിൽ, ഇപ്പോൾ ഓൾറെഡി ലിവറിന് അസുഖമുള്ള ആൾക്കാരും മെറ്റബോളിക് അല്ലാതെ തന്നെ സിറോസിസ് വരാനുള്ളവരും ചെറിയ ഡോസ് കുടിച്ചാൽ തന്നെ ചിലപ്പോൾ പ്രശ്നമായേക്കാം. നമ്മളത് മൊത്തമായിട്ട് ടെസ്റ്റ് ചെയ്യാതെ നമുക്ക് ഒരാളോട് അങ്ങനെ ഗ്യാരണ്ടി ചെയ്ത് പറയാൻ തരമില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അവർക്ക് ഒട്ടും നിർത്താൻ പറ്റാത്തവർ അറ്റ്ലീസ്റ്റ് പേഷ്യൻസിൻ്റെ അടുത്ത് നിർത്താൻ പറഞ്ഞാൽ പിന്നെ പേഷ്യൻ്റ് തിരിച്ച് വരാതെ ഓടിപ്പോകും. അവരുടെ അടുത്ത് നമ്മൾ ഡ്രിങ്ക് ഇൻ മോഡറേഷൻ നമ്മൾ പിടിക്കും. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. ആക്ച്വലി WHO പറയുന്നത് കുടിക്കരുത് എന്നാണ്. അപ്പോൾ അറ്റ്ലീസ്റ്റ് മോഡറേഷൻ നമ്മൾ പറയാൻ പാടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ആരുടെ റിസ്ക് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓൾറെഡി ലിവർ ഈ പ്രശ്നം ഉള്ളവർ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒറ്റ ഡ്രിങ്കിൽ തന്നെ, അതായത് ഈ ഒരു ദിവസം കുടിച്ചാൽ തന്നെ ഒരു പക്ഷേ ലിവർ ഫെയിലിയറിലേക്ക് പോവാം, അക്യൂട്ട് ഓൺ ക്രോണിക് ലിവർ ഫെയിലിയറിലേക്ക് പോവാം. അണ്ടർലൈങ് ലിവർ ഡിസീസ് ഉണ്ടെങ്കിൽ ഉണ്ടോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ബ്ലാങ്കറ്റ് ആയിട്ട് ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റില്ല. പ്രശ്നം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഡോസ് മതിയാവും പ്രശ്നം ഉണ്ടാക്കാനായിട്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. ബിയർ കഴിക്കുന്ന ആളുകളുണ്ട്, അതായത് ഈ ഓൾഡ് മങ്ക് അങ്ങനത്തെ കുറേ ഹാർഡ് ആയിട്ടുള്ള ആൽക്കഹോൾ കഴിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിലേതാണ്, ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ബിയർ കഴിക്കുന്നത് ഒരു ഇത്രയും കൂടി സേഫറാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ശരിയാണോ, അല്ലെങ്കിൽ ബിയറിനോട് നമ്മൾ നോ പറയണോ? അത് ബിയർ ആണ്, ഇതാണെങ്കിലും ആൽക്കഹോളിൻ്റെ എമൗണ്ട് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ ബിയറിൻ്റെ കുടിക്കുമ്പോൾ നമ്മൾ ബിയർ കുടിക്കുന്ന ഒരു ബോട്ടിലായിട്ടല്ലേ. ഇപ്പോൾ ബിയറിനകത്ത് 5% തൊട്ട് 10% വരെയുള്ള ബിയറുണ്ട്. സ്ട്രോങ് ബിയറും അങ്ങനെ പല ടൈപ്പ് ബിയർ ഉണ്ടല്ലോ. അപ്പോൾ 5% ഒരു ബിയറിൻ്റെ ഒരു കുപ്പി കുടിക്കുന്നത് ഒരു ലാർജ് മറ്റേ ഹാർഡ് ലിക്കർ കുടിക്കുന്നതിൻ്റെ സെയിം എമൗണ്ട് ഓഫ് ഓൾമോസ്റ്റ് സെയിം എമൗണ്ട് 14 ഗ്രാം ആൽക്കഹോളിൻ്റെ ക്വാണ്ടിറ്റി ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇപ്പോൾ കൂടുതൽ ബിയർ എത്ര ബോട്ടിൽ ബിയർ കുടിക്കുന്നു, ഇപ്പോൾ 2 ബോട്ടിൽ കുടിച്ചു കഴിഞ്ഞാൽ 2 പെഗ് കുടിക്കുന്ന പോലെ സമാനമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ആൽക്കഹോളിൻ്റെ ഡോസാണ് നമുക്ക് നോക്കേണ്ടത്. സ്ട്രോങ് ബിയർ ആണെങ്കിൽ 10% വരെ ഉണ്ടാവും, 7 തൊട്ട് 10%. സാധാരണ ബിയർ ആണെങ്കിൽ ഒരു 5% അതിൻ്റെ അകത്ത് ആൽക്കഹോൾ ഉള്ളത്. മറ്റേതിൻ്റെ അകത്ത് 40% ആൽക്കഹോൾ എന്ന് വെച്ചാൽ 100 ml 40 ഗ്രാം ആൽക്കഹോൾ ആയിരിക്കും. ഇത് 100 ml 10 ഗ്രാമോ 5 ഗ്രാമോ അങ്ങനെയായിരിക്കും. പക്ഷേ ബിയറിൻ്റെ ബോട്ടിൽ വരുന്ന എത്ര 300 ml അങ്ങനെ എന്തോ. അതേപോലെ ഈക്വലൻ്റ് ആണ്. ഒരു കുപ്പി ബിയർ കുടിക്കുന്നത് ഒരു ലാർജ് പെഗ് അടിക്കുന്നത് 60 ml ആൽക്കഹോൾ ഹാർഡ് ലിക്കർ അടിക്കുന്നതിൻ്റെ ഈക്വലൻ്റ് ആണ്. അപ്പം ഡോസാണ് ആൽക്കഹോളിൻ്റെ ഡോസാണ്. ഇപ്പോൾ ഏതടിച്ചാലും ഇപ്പോൾ ബിയർ കൊണ്ട് പ്രത്യേകിച്ച് ഗുണം, വൈൻ ആൾക്കാർ പറയില്ല വൈൻ കൊണ്ട് ഭയങ്കര നല്ലതാണ്. അതിൻ്റെ അകത്ത് 12% ഉണ്ട്, ബിയറിനൊക്കെ കൂടുതലുണ്ട് ആൽക്കഹോൾ. പക്ഷേ ഈ ചില ഡോക്ടർമാർ തന്നെ പറയുന്നത് റെഡ് വൈൻ വളരെയധികം നല്ലതാണ് എന്ന് പറയുന്നത്. അത് ഈ റെഡ് വൈൻ്റെ സ്റ്റഡീസേ പഠനം നടത്തിയിട്ടുണ്ട്. റെഡ് വൈൻ ഈ എലിക്കകത്തൊക്കെ റെഡ് വൈൻ്റെ അകത്ത് സിർട്ടുവിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്, അതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ അത് ഈ നമ്മുടെ ലൈഫ് സ്പാൻ പ്രൊലോങ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഈ
ഇത് പറയുന്നത്. പക്ഷെ അത് പ്രൊലോങ് ചെയ്യാതിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ അകത്തുള്ള ആൽക്കഹോൾ ഈ പറഞ്ഞ പോലെ 12%. അതും എത്ര കുടിക്കുന്നതിനനുസരിച്ച്. വൈൻ കുടിക്കുമ്പോൾ സാറിന് ഗ്ലാസ്സിലാണ് കുടിക്കുക, വലിയ ഗ്ലാസ്സിലാണ് കുടിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഗ്ലാസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ലാർജിൻ്റെ അത്രയും തന്നെ വരും. കാരണം 12% ഇതുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 250 ml എന്തോ അല്ല വരിക. അപ്പോൾ വൈൻ ഗ്ലാസ് വലിയ ഗ്ലാസ് അല്ലേ, 250 to 300 ml വരിക. അപ്പോൾ അതിൻ്റെ ഒരു 14 ഗ്രാം ആൽക്കഹോൾ ഇതിൻ്റെ അകത്തും അടങ്ങിയിട്ടുണ്ട് ഒരു ഗ്ലാസ് കുടിക്കും, ഒരു ലാർജിൻ്റെ അത്ര. അപ്പോൾ സാധാരണ ഈ ഹെവി ഡ്രിങ്ക്സ് കുടിക്കുന്ന ആൾക്ക് 2, 3, 4 പെഗൊക്കെ കുടിക്കുമ്പോൾ ബിയറിൻ്റെ ഒരു ബോട്ടിൽ കുടിക്കുന്ന ആൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ക്വാണ്ടിറ്റിയിലനുസരിച്ചിട്ട് ആൽക്കഹോൾ എത്ര ഗ്രാം എടുക്കുന്നു എന്നുള്ള ക്വാണ്ടിറ്റി, എത്ര പെർസെൻറ്റേജ് നോക്കുക ആൽക്കഹോളിൻ്റെ, എന്നിട്ട് തീരുമാനിക്കുക. അപ്പോൾ ബിയർ ഇപ്പോൾ 5% ഉള്ളൂ, സ്ട്രോങ് ബിയർ ആണെങ്കിൽ 10% ആയി, വൈൻ ആണെങ്കിൽ 12% ആയി, മറ്റേ ഹാർഡ് ലിക്കേഴ്സ് എല്ലാം ഒരു 40% ആയി. അപ്പോൾ അത് നോക്കിയിട്ട് ആണ് ഇതിൻ്റെ ഒരു കണക്ക് പറയാം. ആൽക്കഹോളും ലിവറും ഉള്ള കണക്ക് പറയുന്നത് ഇതിൻ്റെ ഗ്രാം അപേക്ഷിച്ചിട്ട് മാത്രമാണ്. അല്ലാതെ ബിയർ ആയാലും ഇതായാലും അങ്ങനത്തെ കുറേ സ്റ്റഡീസൊക്കെ ഉണ്ട്, ഒബ്സർവേഷൻ സ്റ്റഡീസ് പറയുന്നുണ്ട് ഇപ്പോൾ മറ്റേത് കുടിച്ച ഇതാണ്. പക്ഷേ അത് നമുക്ക് അത്ര നല്ല സ്റ്റഡികളൊന്നുമല്ല. അപ്പോൾ ആൽക്കഹോളിൻ്റെ അളവ് നോക്കുക. എല്ലാത്തിനോടുണ്ടോ? മദ്യപാനത്തിനോടാണോ? അതാണ് നമുക്ക് ഏറ്റവും സേഫായിട്ട് എല്ലാവരും പറയാൻ പറ്റുക. കാരണം റിസ്ക് ഉള്ള ഒരാൾക്ക് പോലും നമുക്ക് നമ്മുടെ ഒരു അഡ്വൈസ് കാരണം ബുദ്ധിമുട്ട് വരാൻ പാടില്ല. ഓൾറെഡി ചെറിയ സിറോസിസോ ചെറിയ ഫാറ്റ് ലിവറോ ഉള്ളവർ ഒരു ഡ്രിങ്കോ അല്ലെങ്കിൽ 2 പെഗോ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അക്യൂട്ട് ഓൺ ക്രോണിക് ലിവർ ഫെയിലിയറിലേക്ക് പോവാം, ഓൾറെഡി സിറോസിൻ്റെ ഇതുണ്ടെങ്കിൽ. അങ്ങനെ ഒരാൾക്കും വരാൻ പാടില്ല. അപ്പോൾ നമ്മുടെ അഡ്വൈസ് എപ്പോഴും കുടിക്കരുത് തന്നെയാണ്. ലിവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. എൻ്റെ ഒരു ഫ്രണ്ട് ഒരു 3 years ബാക്കാണ് എനിക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അവൻ എൻ്റെ അടുത്ത് വന്ന് പറയുന്നത്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ ഫാറ്റി ലിവറിന് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാലും മറ്റ് ആളുകളോട് കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ മിക്ക ആളുകൾക്കും ഒരു 10 എടുത്തു കഴിഞ്ഞാൽ അതിൽ 7 പേർക്കും ഫാറ്റി ലിവർ ഉണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന രീതിയിലുണ്ട്. അപ്പോൾ പണ്ട് മുതലേ നമ്മുടെ ഈ അപ്പാപ്പന്മാരുടെ കാലത്ത് ഈ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ കാരണമാണ് നമുക്ക് ഈ ഫാറ്റി ലിവർ വന്നത്. ഇപ്പോഴാണോ ഫാറ്റി ലിവർ നമ്മളുടെ ഇടയിൽ കൂടിയത്? ഇപ്പോൾ കൂടുന്നുണ്ട്. അത് ലോകത്ത് എല്ലായിടത്തും ഉള്ളൊരു ട്രെൻഡാണ്, കേരളത്തിൽ മാത്രമുള്ളതല്ല. ഫാറ്റ് ലിവറിൻ്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പണ്ട് ആൽക്കഹോൾ, ഇപ്പോൾ ലിവർ ഒ പി ഡിയിലൊക്കെ ഇരിക്കുമ്പോൾ കൂടുതലും ആൽക്കഹോളിൻ്റെ പേഷ്യൻസ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ മറികടന്ന് ഈ നോൺ ആൽക്കഹോളിക് പേഷ്യൻസ് ഈ ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ട് വേണമെങ്കിലും ആവാം, ഒരു ജനറൽ ടേമാണ്. ആൽക്കഹോൾ കൊണ്ടും ഫാറ്റ് ലിവർ വരാം. മദ്യപാനമാണ് ആൽക്കഹോൾ ഫാറ്റ് ലിവറിൻ്റെ ഒരു മേജർ കോസ്. പിന്നെ ജനിതകമായിട്ട് വരുന്ന ഈ ഓവർ വെയ്റ്റും ഷുഗറും അങ്ങനത്തെ അസുഖങ്ങൾ കാരണം വരുന്നത് അതിനെ നമ്മൾ MASLD എന്ന് വയ്ക്കും, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ. ബാക്കി അസുഖങ്ങളുണ്ടല്ലോ. അപ്പോൾ രണ്ടും കാരണങ്ങളാണ്. ഇപ്പോൾ ആൽക്കഹോൾ എന്നുള്ളത് കുറഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ കൂടി വരുന്നു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ കണക്ക് പറയുന്ന കേരളത്തിൽ നടത്തിയ സ്റ്റഡിയിൽ ഒരു 40% എന്നാണ് പറയുന്നത്. 10 4 പേർക്കും ഫാറ്റ് ലിവർ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. നമ്മുടെ ഭക്ഷണ രീതി മാറി, നമ്മുടെ എക്സസൈസ് കുറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ മെയിൻ കാരണം. വെയിറ്റ് കൂടുന്നു, ഷുഗർ ഉള്ളവർക്ക് ഫാറ്റ് ലിവർ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാം ഒരേ അസുഖമാണ്. ഷുഗർ, ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഫാറ്റ് ലിവർ, ഇതെല്ലാം ഒരേ ഗണത്തിൽ വരുന്ന സാധനങ്ങളാണ്. കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് കൂടുക, നല്ല കൊളസ്ട്രോൾ കുറയുക, BP കൂടുക, വെയിറ്റ് കൂടുക, ഇതെല്ലാം ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെയും ഫാറ്റ് ലിവറിൻ്റെയും ഒക്കെ ഒരേ അസുഖമാണ്. മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയില്ല, മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ ഒക്കെ ഒരേ അസുഖമാണ്. ഇതെല്ലാം കൂടി വരുന്നുണ്ട് കേരളത്തിൽ.